നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം സ്നേഹതീരം പാർക്ക് ഉപരോധിച്ചു. വാടനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് ലേബർ ക്യാമ്പായി മാറ്റിയതിൽ പ്രതിഷേധിച്ച് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച്. തൃശൂർ വെസ്റ്റ് ഉപജില്ല പ്രഥമ ഫുട്ബോൾ ടൂർണമെന്റിൽ അന്തിക്കാട് KGM സ്കൂളിന് റണ്ണേഴ്സ് അപ്പ് കിരീടം. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം സ്നേഹതീരം പാർക്ക് ഉപരോധിച്ചു. കുട്ടികളുടെ ജീവന് ഭീഷണിയായ ചിൽഡ്രൻസ് പാർക്കിലെ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുക, സ്നേഹതീരത്തെ അനാവശ്യ പിരിവ് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി സേവിൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്പിക്കടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് ബഗീഷ് പൂരാടൻ, ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ആലയിൽ, ബഗിനി സുനിൽ, റിനേഷ് പട്ടാലി, KR മോഹനൻ, രാജേഷ് കാര്യാട്ട, ശ്രീവാസ്, ഷൺമുഖൻ മയൂർ എന്നിവർ നേതൃത്വം നൽകി. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഈ സ്നേഹതീരം പാർക്ക് ഇവിടെ സ്ഥാപിതമായ സമയത്ത് അന്ന് ഈ സ്നേഹതീരം പാർക്കിൻ്റെ പേരിൽ അഴിമതി നടത്തിയിരുന്ന, അന്ന് ഈ പഞ്ചായത്ത് ഭരിച്ചിരുന്ന കോൺഗ്രസ്സുകാരനോട് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രഖ്യാപനം ഈ അഴിമതി തീരം അറബിക്കടലിൽ തള്ളുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് കോൺഗ്രസ്സുകാരനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള അഴിമതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് പ്രാദേശിക തലം മുതൽ ഈ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തെ ഭരണകൂടങ്ങൾ വരെ കണ്ണുതെറ്റിയാൽ കക്കുക എന്ന സാധാരണ ഭാഷയിൽ പറയുന്നത് പോലെ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഭരണകൂടങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ള ചെയ്യുക, ഈ നാട്ടിൽ ലഭിക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ലഭിക്കുന്ന അധികാര സ്ഥാനങ്ങളും ഭരണങ്ങളുമൊക്കെ സ്വന്തം താല്പര്യങ്ങൾക്കും സാമ്പത്തികമായ വർധനയ്ക്കും വേണ്ടി അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള മാർഗമാക്കി മാറ്റുമ്പോൾ മാലിന്യ സംസ്കരണം, തനത് വരുമാനം വർദ്ധിപ്പിക്കൽ എന്നീ പദ്ധതികൾക്ക് ഊന്നൽ നൽകി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ 6,21,36,730 രൂപ അടങ്കലുള്ള വാർഷിക പദ്ധതിയാണ് സെമിനാറിൽ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KM ജയദേവൻ ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ രജനി തിലകൻ ആമുഖ പ്രസംഗം നടത്തി. വികസനകാര്യ ചെയർമാൻ K രാമചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശുഭ സുരേഷ്, സ്മിത ജയകുമാർ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സുജിത്ത്, ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ എന്നിവർ സംസാരിച്ചു. ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട നമുക്കുള്ളൊരു പരിമിതി, നമുക്ക് നമ്മുടെ ഈ വികസന സെമിനാർ ഉൾപ്പെടെ മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു ആള് ഇല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്രാവശ്യം നമുക്കറിയാം, നമുക്കിവിടെ ഇപ്പോൾ ഈ റോഡ് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കേണ്ടതാണ് ഈ സെമിനാർ എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ പങ്കാളിത്തം കുറവായേക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഉൾക്കൊള്ളാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം നേടിയ നിതിൻ ദാസിനെ ഡിവൈഎഫ്ഐ മണലൂർ ഹൈസ്കൂൾ യൂണിറ്റ് ആദരിച്ചു. CPM സെൻട്രൽ ബാങ്ക് സെക്രട്ടറി MT താജൻ, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അരുൺ ആനന്ദ്, യൂണിറ്റ് മെമ്പർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് നിതിന് മൊമെന്റോ നൽകി ആദരിച്ചു. ഡിവൈഎഫ്ഐ മണലൂർ ഹൈസ്കൂൾ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് നിതിൻ. പുത്തൻപീടികയിൽ ജനപങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി മെമ്മോറിയൽ ഫിസിയോതെറാപ്പി സെന്ററിന് സ്പോൺസർ ചെയ്ത എക്സസൈസ് സൈക്കിളിന്റെ സമർപ്പണം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് PS സുജിത്ത് നിർവഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി ശ്രീമുരുഖൻ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പോൾ തട്ടിൽ, ട്രഷറർ TP ശശി, കൺവീനർ KG രാജീവൻ, ഗിരിജ വല്ലഭൻ എന്നിവർ സംസാരിച്ചു. കാരുണ്യയിലെ സ്റ്റാഫുകളും രോഗികളും ചടങ്ങിൽ പങ്കെടുത്തു. സൊസൈറ്റി വൈസ് പ്രസിഡന്റും പുത്തൻപീടിക സെന്റ് ആന്റണീസ് ചർച്ച് കേന്ദ്ര കമ്മിറ്റി കൺവീനറുമായ പോൾ തട്ടിലിന്റെ മകൻ ജോൺ പോൾ തട്ടിലാണ് എക്സസൈസ് സൈക്കിൾ സ്പോൺസർ ചെയ്തത്.
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഇടവിള കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത്, വിനയപ്രസാദ്, ഷിജി CK, KK സൈനുദ്ദീൻ, ഷൈജ കിഷോർ, കൃഷി അസിസ്റ്റന്റ് VB ബിനു എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ TR അഞ്ജന പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ജിഷ KS, സയന എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. 3 ലക്ഷം രൂപ വിനിയോഗിച്ച് 600 ഗുണഭോക്താക്കൾക്കായി ചേന, കാച്ചിൽ, ഇഞ്ചി, മഞ്ഞൾ, മധുരക്കിഴങ്ങ് തുടങ്ങിയവ ഉൾപ്പെടെ കിറ്റാണ് വിതരണം ചെയ്തത്. വലപ്പാട് സ്വദേശികളായ UAE പ്രവാസികളുടെ കൂട്ടായ്മയായ വലപ്പാട് വെൽഫെയർ അസോസിയേഷൻ വാർഷിക സംഗമം നമ്മുടെ വലപ്പാട് എന്ന പേരിൽ ദുബായ് മുഷറീസ് പാർക്കിൽ സംഘടിപ്പിച്ചു. വലപ്പാട് സ്വദേശികളായ നിരവധി കുടുംബങ്ങൾ പങ്കെടുത്ത വാർഷികാഘോഷം കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങളോടെയാണ് ആരംഭിച്ചത്. മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. റാഫിൽ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ കോയിൻ സമ്മാനവും ഉണ്ടായിരുന്നു. ഇക്ബാൽ, വിനീഷ്, സലീം, ഭിനു, ലിജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാടനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് ലേബർ ക്യാമ്പായി മാറ്റിയതിൽ പ്രതിഷേധിച്ച് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ MLA PA മാധവന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് 8 വർഷം മുൻപ് പണി പൂർത്തീകരിച്ച സബ് രജിസ്ട്രാർ ഓഫീസ് ഉടൻ തുറന്നു നൽകണമെന്നും കരാറുകാരന്റെ തൊഴിലാളികളെ അനധികൃതമായി പ്രസ്തുത കെട്ടിടത്തിൽ താമസിപ്പിച്ച നടപടിയിലും പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി CM നൌഷാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സബ് രജിസ്ട്രാർ ഓഫീസിൽ താമസിക്കുന്ന കരാറുകാരന്റെ ഇതര സംസ്ഥാന തൊഴിലാളികളെ അവിടെ നിന്നും ഒഴിവാക്കണം. ഉപയോഗിക്കാത്ത സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഇലക്ട്രിസിറ്റി ബിൽ ആരാണ് അടക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും സബ് രജിസ്ട്രാർ ഓഫീസ് ഉടൻ പൊതുജനങ്ങൾക്ക് തുടർന്നു കൊടുക്കണമെന്നും DCC സെക്രട്ടറി CM നൌഷാദ് ആവശ്യപ്പെട്ടു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതീകാത്മക റീത്ത് സമർപ്പണവും നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KV സിജിത്ത്, മുൻ മണ്ഡലം പ്രസിഡന്റ് EB ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഗിൽസ തിലകൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി AM മുൻഷാർ, AM നൂറുദ്ദീൻ, BD രഘുനന്ദൻ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. മാർച്ചിന് IP പ്രഭാകരൻ, സുഗന്ധിനി ഗിരി, PK ഉസ്മാൻ, CM രഘുനാഥ്, AT റഫീഖ്, PM ആസിഫ് അലി, AA മുഹമ്മദ്, PV ഉണ്ണികൃഷ്ണൻ, സുചിത്ര ദിനേശ്, AA മുഹമ്മദ്, TK രഘു, സുനിൽ ഇത്തിക്കാട്ട്, NJ സേവ്യർ, പീതാംബരൻ വാലത്ത്, PA അഷറഫ്, KMA റഫീഖ്, ശിവരാമൻ ചിറമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. ഒരു ഗവൺമെന്റ് വന്ന് 7.25 വർഷമായി ഈ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ട് ഇത് തുറന്നു നൽകാതെ പഞ്ചായത്ത് അധികാരികളും അതിന് നേതൃത്വം വഹിക്കുന്ന CPM ഭരണസമിതിയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം ഈ പ്രദേശത്തിന്റെ MLAയുമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അവരാണ് ഇത് ആവശ്യമായ സൗകര്യത്തോടെ തുറന്നു കൊടുക്കാൻ മുൻകൈയെടുക്കേണ്ടത്. ഇവിടുത്തെ ഒരു MLA നമുക്ക് മാനക്കേടാണ്. മണലൂക്കാർക്ക് ഇങ്ങനെ ഒരു MLA ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ CPM പ്രവർത്തകർ മരിച്ചാൽ ലോക്കൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞാൽ മരിച്ചവന്റെ രാഷ്ട്രീയം നോക്കി മാത്രം കടന്നു വരുന്നൊരു MLAക്ക് മൂത്തുകൂടിയിലെ കുട്ടികളെ പോലെയാണ് വാടാനപ്പള്ളി പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ 2 തവണ MLA ആയ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ നാട്ടിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? സഹപാഠികൾ ഒരുമിച്ചു. ബിന്ദുവിന്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സാക്ഷിയാക്കി വീടിന്റെ പാൽകാച്ചൽ ചടങ്ങും നടന്നു. കാരുണ്യവും സൗഹൃദവും എല്ലാം ഒരുമിച്ച നിമിഷങ്ങളായി മാറി ഗൃഹപ്രവേശന ചടങ്ങ്. വലപ്പാട് ബീച്ച് മാമ്പുള്ളി വീട്ടിൽ ബിന്ദുവിനാണ് സഹപാഠികൾ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്തത്. നിർധന കുടുംബാംഗമായിരുന്ന ബിന്ദുവിനും മക്കൾക്കും 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല. ബിന്ദുവിന്റെ ദയനീയാവസ്ഥയറിഞ്ഞ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിലെ 1988-89 SSLC ബാച്ച് കൂട്ടായ്മ തങ്ങളുടെ സഹപാഠിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളായ ലീന മാധവന്റെ നേതൃത്വത്തിൽ ഷൈനി, ജഗദീശൻ, ഷെല്ലി, വിക്രംജേരി, ഷിജിൻ, വിബി, ഷീജ, മരിയദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ 2018 ഡിസംബർ 13 വീട് വയ്ക്കുന്നതിനായുള്ള സ്ഥലം ബിന്ദുവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൈമാറി. ഭൂമി സ്വന്തമായെങ്കിലും വീടെന്ന ഉദ്യമത്തിലേക്ക് എത്താൻ സാമ്പത്തികം തടസ്സമായി. നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ കാരുണ്യഹസ്തവുമായി റിഫ സൽസംഗ് ബഹറിനും വലപ്പാട് സേവാഭാരതിയും എത്തുകയായിരുന്നു. 2022 നവംബറിൽ വീടിന് തറക്കല്ലിടുകയും തുടർന്ന് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് വീടിന്റെ പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. സംഘടനാ ഭാരവാഹികൾ തന്നെ ഡിസംബർ 23 വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുകയും ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളായ ലീന മാധവൻ, ഷൈനി ജഗദീശൻ, ഷെല്ലി വിക്രംജേരി, ഷീജൻ VB, ഷീജ, മരിയദാസ്,
സേവാഭാരതി വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് ഷാലി വാഴപ്പുള്ളി, സെക്രട്ടറി ഷിജോ അരയമ്പറമ്പിൽ, ട്രഷറർ ബേബി സരോജ, ഗിരീഷ് സി, ഷീജ അജിത്ത്, ഷിജു VM, ഗിരീഷ് VC, പ്രജോദ്, BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് മാഷ്, വാർഡ് മെമ്പർ രശ്മി ഷിജോ എന്നിവർ ഗൃഹപ്രവേശന ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ന് ചേച്ചിയുടെ ഒരുപാട് കാലത്തെ വലിയൊരു ആഗ്രഹമാണ് ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം. പല വീടുകളിലും അങ്ങനെ മാറി മാറി വാടകയ്ക്ക് താമസിച്ച് അലച്ചിലായിരുന്നു ചേച്ചിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, കഴിഞ്ഞ കാലഘട്ടം. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ചേച്ചിയോടൊപ്പം പഠിച്ച SSLCയിലെ മുഴുവൻ വിദ്യാർത്ഥി കൂട്ടുകാരും ചേച്ചിക്കൊരു സ്ഥലം എടുത്തു കൊടുക്കുകയും അതിനുശേഷം ചേച്ചി കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീടിന് വേണ്ടിയിട്ടുള്ളൊരു സ്വപ്നത്തിൻ്റെ അപേക്ഷകൾ ചേച്ചിയുടെ അപേക്ഷ വരുന്നു. ചേച്ചിയുടെ അപേക്ഷയോടൊപ്പം തന്നെ റിഫ ബഹറിലെ പ്രവർത്തകർക്ക് വേറെ 3-4 വീടുകളുടെ അപേക്ഷകളും കൂടി ചെന്നിരുന്നു. പക്ഷേ ചേച്ചിയാണ് അതിൽ ഏറ്റവും അനുയോജ്യമായ എന്ന് അവർ കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് ചേച്ചിയോട് എത്തുകയും ചേച്ചിക്കാണ് അതിൻ്റെ കിട്ടിയതെന്ന് പറഞ്ഞതിന് ശേഷം സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഈ വീട് പണി ഈ രീതിയിലെത്തിയത്. ഇടവേള. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. തൃശൂർ വെസ്റ്റ് ഉപജില്ല പ്രഥമ ഫുട്ബോൾ ടൂർണമെന്റിൽ അന്തിക്കാട് KGM സ്കൂൾ റണ്ണേഴ്സ് അപ്പ് വിജയകിരീടം ചൂടി. വിഘ്നേശ്വർ ദേവാണ് ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ടോപ്പ് സ്കോററായത്. വിജയികളെ അനുമോദിക്കാനായി സ്കൂളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് PS സുജിത് ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് അഖില അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ ജേതാക്കളെ മെമന്റോ നൽകി അനുമോദിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അന്തിക്കാട് സതീശൻ, ഷെഫീർ, ഉണ്ണികൃഷ്ണൻ, പ്രഷിത ദേവി, അധ്യാപകരായ ഷിംജി PS, നബീല റഹ്മ, സിബി, ലിനി എന്നിവർ നേതൃത്വം നൽകി. ഫുട്ബോൾ മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ കൊച്ചുകൂട്ടുകാർക്ക് അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും. നമുക്കറിയാം, എപ്പോഴും മത്സരങ്ങൾ നടക്കുമ്പോൾ എല്ലാ മത്സരങ്ങളും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കാൻ വരാറില്ല.
പക്ഷെ എന്നിരുന്നാലും ഏതൊരു മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കാതെ പിന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. എല്ലാ മത്സരങ്ങളിലും സജീവമായിട്ട് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണം. തോൽവിയിലൂടെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്താം. വിജയം കൈവരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണം. ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ എല്ലാ മത്സരങ്ങളും നമ്മൾ വിജയികളാവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. TSDA കരാത്തെ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കരാത്തെ ദോ ഗോജുകാനും കസോക്കു കായ് ഇത്തിയും സംയുക്തമായി സംഘടിപ്പിച്ച കത്ത ആൻഡ് ബുൻകായ് ക്യാമ്പ് സമാപിച്ചു. തൃപ്രയാർ TSDA ഇൻഡോർ സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിന് ഇംഗ്ലണ്ടിൽ നിന്നുള്ള കസോക്കു കായ് ഇന്റർനാഷണൽ ചീഫ് ഇൻസ്ട്രക്ടർ ക്യോഷി ഡെറിക് റിഡ്ജ് വേയുടെ നേതൃത്വത്തിൽ കീത്ത് വില്യംസ്, കാൾഡി ലോയ്ഡ്, ജോ ഫെൻവിക്, ഹാരി ബിൻക്സ്, ക്രെയ്ഗ് മെയ്നീസ്, ബ്രയാൻ കാർ എന്നിവർ പരിശീലനം നൽകി. ലോകോത്തര നിലവാരത്തിലുള്ള കരാത്തെ പരിശീലനം കേരളത്തിലെ കുട്ടികൾക്കും ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അന്തർദേശീയ തലത്തിലുള്ള കരാത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും വിജയിക്കുവാനും ആത്മവിശ്വാസം പകരുവാനും കുട്ടികൾക്ക് ഈ ക്യാമ്പ് ഉപകാരപ്രദമാകുമെന്ന് ക്യാമ്പ് കോർഡിനേറ്ററും കരാത്തെ ദോ ഗോജുകാൻ ഇന്ത്യ ചീഫ് ഇൻസ്ട്രക്ടറുമായ സെൻസൈ മധു വിശ്വനാഥ് പറഞ്ഞു. 25ാം വാർഷികം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ കസോക്കുകായ് ഇന്റർനാഷണൽ അസോസിയേഷൻ്റെ 40ാം വാർഷികം കൂടെ തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആഘോഷിക്കുകയാണ്. ഒരു വലിയ ഇൻ്റർനാഷണൽ കരാത്തെ ട്രെയിനിങ് ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 250-ലധികം ബ്ലാക്ക് ബെൽറ്റ്സ് ഇവിടെ പരിശീലനത്തിന് എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയിലെ 4-5 സ്റ്റേറ്റുകളിലെ ബ്ലാക്ക് ബെൽറ്റ്സ് കരാത്തെ ദോ ഗോജുകാൻ അസോസിയേഷൻ്റെയും കസോക്കു കരാത്തെ ഇന്ത്യയുടെയും കീഴിലുള്ള ബ്രാഞ്ചുകളിലെ ഇൻസ്ട്രക്ടേഴ്സും സ്റ്റുഡൻസുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 2 ദിവസമായി ക്യാമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ട്രെയിനിങ് നൽകാൻ വന്നിട്ടുള്ളത് കസോക്കു കായ് ഇന്റർനാഷണലിൻ്റെ വേൾഡ് പ്രസിഡൻ്റായിട്ടുള്ള സെൻസൈ ഡെറിക് റിഡ്ജ് ആൻഡ് ടീം അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്രയും 8ഓളം ഇൻസ്ട്രക്ടേഴ്സും ആണ് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നായി 250ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. 26th year that I have come to India, and watching the karate, I notice how it keeps improving, and I'm over the moon, overjoyed and really pleased with the standard of the students. താളിക്കുളം ഗ്രാമപഞ്ചായത്തിന് 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം താളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 2 വാട്ടർ കിയോസ്കുകളുടെ ഉദ്ഘാടനം നടത്തി. വാർഡ് 5-ൽ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറി കോമ്പൗണ്ടിലും വാർഡ് 11 പുനരധിവാസ കോളനിയിലും സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകളുടെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 5ാം വാർഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ കല ടീച്ചറും 11ാം വാർഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രനും സ്വാഗതം പറഞ്ഞു. 8,50,000 രൂപ ചെലവഴിച്ചാണ് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് മെമ്പർമാരായ ബഗീഷ് പൂരാടൻ, ഇബ്രാഹിം പടുവിങ്ങൽ, വസന്ത ദേവലാൽ, വാർഡ് മെമ്പർമാരായ വിനയപ്രസാദ്, KK സൈനുദ്ദീൻ, സിംഗ് വാലത്ത്, ഷിജി CK, BDO രജികുമാർ, ജോയിന്റ് BDO ലത, ബ്ലോക്ക് പ്ലാൻ ക്ലർക്ക് ദിവ്യ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ സുമയ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ പ്രദേശത്ത് വന്നപ്പോഴാണ് ഇവിടുത്തെ അമ്മമാരെല്ലാവരും സഹോദരങ്ങളെല്ലാവരും ഒരു പരിധി വരെ എന്നെ നേരിട്ടറിയാവുന്നവരാണ്. ഇവര് ഇവിടെ ജീവിക്കുന്നതിന് മുമ്പ് പലരും പല പ്രദേശത്തും പ്രത്യേകിച്ച് തളിക്കുളം പഞ്ചായത്തിന്റെ കിഴക്കേ ടിപ്പു സുൽത്താൻ റോട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. കുട്ടിക്കാലം മുതല് നമ്മൾ എടുത്തു വളർത്തുകയും നമ്മളോടൊപ്പം ജീവിക്കുകയും ചെയ്ത അവര് ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ലിൻഡ മെമ്പറുടെ ശ്രദ്ധയിൽ ഇവിടെ കുടിവെള്ള പ്രശ്നം ഉന്നയിച്ചു. ലിൻഡ മെമ്പറും ഞാനും കൂടി ഇവിടെ വന്നു. പഞ്ചായത്ത് പ്രസിഡന്റും സേനുദ്ദീനുണ്ട്. ഞാൻ ഉറപ്പ് തന്നു, എന്തായാലും വേണ്ടില്ല, അടുത്ത വർഷം നമുക്ക് ഒരു കുടിവെള്ള പദ്ധതി നമുക്ക് ഇവിടെ വെക്കാം എന്നുള്ളത്. ലിൻഡ മെമ്പർ ഒപ്പം നിന്നിട്ടുണ്ട്, സേനുദ്ദീനും നിങ്ങളുടെ പ്രസിഡന്റും.
ഏങ്ങണ്ടിയൂർ മുല്ലപ്പള്ളി കരിപ്പാടത്ത് ക്ഷേത്ര മഹോത്സവവും വിഷ്ണുമായ രൂപക്കളവും വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, പ്രഭാത പൂജ, പഞ്ചവിംശതി കലശാഭിഷേകം, ശീവേലി, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, നിറമാല, വർണ്ണമഴ, കൊമ്പ് പച്ച്, കുഴൽപ്പച്ച്, കേളിപ്പച്ച്, തായമ്പക, നാടകം, അവാർഡ് വിതരണം, വിഷ്ണുമായ രൂപക്കളം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ചെമ്മാലിൻ നാരായണൻകുട്ടി ശാന്തിയും ഉണ്ണിശാന്തിയും നേതൃത്വം നൽകി. ക്ഷേത്ര പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി, സെക്രട്ടറി KS ദീപൻ, ട്രഷറർ KS വസുധരൻ, ഭാരവാഹികളായ KA പ്രദീപ്, KK മോഹനൻ, KPR സതീശൻ, KK മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. വാടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 126ാം തിരുനാളിന് തുടക്കമായി. ഞായറാഴ്ച വൈകിട്ട് ലത്തീൻ, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. തുടർന്ന് ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം തൊയ്ക്കാവ് പള്ളി വികാരി ഫാദർ ജിൻഡോ പേരപ്പാടൻ നിർവഹിച്ചു. ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന, ആഗ്രഹത്തോടും കൊതിയോടും കൂടെ കാത്തിരിക്കുന്ന തിരുനാളാണ് നമ്മുടെ ഇടവകയുടെ ഈ തിരുനാൾ. അവസാനം ആ ദിവസം വന്നു. നമ്മളിപ്പോൾ നയനമനോഹരമായ ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം ചെയ്ത് വാദ്യമേളങ്ങളോടുകൂടെ നമ്മുടെ തിരുനാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഏവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും അതുപോലെ തന്നെ നല്ലൊരു വർഷവും നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഭക്തി നിർഭരമായ ഒരു തിരുനാളാഘോഷം, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തെ മാതൃകയാക്കുന്ന ഒരു തിരുനാളാഘോഷമായിട്ട് മാറട്ടെ എന്ന് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ ഒരുക്കിയ സ്റ്റാളിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ഏബിൾ ചിറമൽ നിർവഹിച്ചു. തിങ്കളാഴ്ച രാവിലെ 6:30 ലത്തീൻ, നൊവേന, വിശുദ്ധ കുർബാന, പ്രസിദ്ധേന്തി വാഴ്ച എന്നിവ നടന്നു. തിരുകർമ്മങ്ങൾക്ക് ഇടവകാംഗം ഫാദർ ജോയ് മാളിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടന്നു. തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും. ഫാദർ ഷാൾജിൻ അറക്കപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിജോ എടക്കളത്തൂർ സന്ദേശം നൽകും. വികാരി ഫാദർ ഏബിൾ ചിറമൽ സഹകാർമ്മികരാകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സേവിയർ ക്രിസ്റ്റി നേതൃത്വം നൽകും. തുടർന്ന് പ്രദക്ഷിണവും രാത്രി 7 ഗാനമേളയും നടക്കും. ട്രസ്റ്റിമാരായ സോളമൻ CA, ജോസഫ് KF, ലോനപ്പൻ CA, ജനറൽ കൺവീനർ ഡൊമിനിക് PT എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നാട്ടിക ബീച്ച് ചളിങ്ങാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കളമെഴുത്ത് തോറ്റമ്പാട്ട മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, മുത്തപ്പന കളമെഴുത്ത് പാട്ട്, വൈകിട്ട് വിഷ്ണുമായയ്ക്ക് രൂപക്കളം, ദീപാരാധന, നാദസ്വരം, രാത്രി അത്താഴപൂജ, ദേവിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PV സന്തോഷ് ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്ര ഭാരവാഹികളായ CR സുരേന്ദ്രൻ, CK ധർമ്മൻ, CR സന്തോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ഇഗ്നേഷ്യസ് പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പ്രിജോ വടക്കേത്തല തിരുനാൾ സന്ദേശം നൽകി. ഫാദർ എഡ്വിൻ കുണ്ടുകുളം സഹകാർമ്മികനായി. വൈകിട്ട് നടന്ന ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികരായ ഫാദർ ജെയ്സൺ വടക്കേത്തല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബ്രെയിൻ തെക്കത്ത്, ഫാദർ എഡ്വിൻ കുണ്ടുകുളം എന്നിവർ സഹകാർമ്മികർ ആയി. തുടർന്ന് തിരുസ്വരൂപങ്ങൾ വഹിച്ചുള്ള പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. പ്രദക്ഷിണം തിരിച്ച് പള്ളിയിൽ അവസാനിച്ചതിന് ശേഷം മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെ മെഗാ ബാൻഡ് മേളവും അരങ്ങേറി. കൈക്കാരന്മാരായ MD ജോഷി, PP സെബാസ്റ്റ്യൻ, KC സണ്ണി, ജനറൽ കൺവീനർ സിജോ കുണ്ടുകുളം, ജോയിന്റ് കൺവീനർ ജോസഫ് വളപ്പില എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ മാസം തോറും നടത്തിവരാറുള്ള നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി ദേശീയ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ആധുനിക കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സജീവൻ അന്തിക്കാട്, സജീവൻ താനാപാടം, സിന്ധു M, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. നായരങ്ങാടി സ്വദേശി ഹേമന്ത് കാരണത്ത്, ചാഴൂർ സ്വദേശിയായ സുകുമാരൻ മേനോത്ത് പറമ്പിൽ, പ്രകാശൻ കൊടപ്പുള്ളി, ശ്രമണൻ തണ്ടിയേക്കൽ, അന്തിക്കാട് സ്വദേശി വിൻസെന്റ് കുരുതുകുളങ്ങര എന്നിവരാണ് ജനുവരി മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. വർഷങ്ങളായി തുടങ്ങിയിട്ട് ഈ പരിപാടി നമ്മുടെ സമ്മാനം നറുക്കെടുപ്പ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു നല്ല അടുപ്പത്തിന് വേണ്ടി തുടങ്ങി വെച്ചാണ്. മാത്രമല്ല വരിസംഖ്യയൊക്കെ കൃത്യമായിട്ട് 15,000 പേർക്കാണ് ചെയ്യുന്നത്. ഒരുമാതിരി കുറേ ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും പേര് കൊടുത്തപ്പോൾ നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിൽ എനിക്ക് തോന്നുന്നത് 5 പേരിൽ ഒരാൾക്കൊക്കെ കിട്ടി കഴിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവർക്കും ഈ ഒരു സമ്മാനം കിട്ടാതെ പോകുന്നത് സന്തോഷകരമല്ല. എന്നാലും മിലൻക്ക് ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഇതുണ്ട്. അതുപോലെ ഈ ഞങ്ങൾ കുട്ടികളാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്, നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഈ ജൂഡോ എന്ന് പറയുന്ന സാധനം നമ്മുടെ അന്തിക്കാട് ഭയങ്കര കേട്ടോ. എന്നുവെച്ചാൽ എനിക്കിപ്പോൾ തോന്നുന്നത് ജൂഡോ പ്രതിഭയുള്ള ഒരു 3ാമത്തെ കുട്ടിയല്ലേ ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള നമുക്ക് നറുക്കെടുക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ജൂഡോ നാട്ടിക ശ്രീ ആര്യക്കിരി ഭഗവതി ക്ഷേത്ര മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. 7 ആനകളുടെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും നടക്കും. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി 8 മണിക്ക് പിന്നണി ഗായിക ദുർഗ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ മെഗാ മ്യൂസിക്കൽ നൈറ്റ്, കേളിപ്പറ്റ്, തായമ്പക, പുലർച്ചെ താലപ്പൊളിയോടുകൂടിയ എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. പഴുവിൽ സ്വദേശിയും മാനസിക വൈകല്യമുള്ളയാളുമായ ചെറുവള്ളിക്കാട്ടിൽ മണികണ്ഠനെ കഴിഞ്ഞ 20-ാം തീയതി മുതൽ കാണാതായിരിക്കുന്നു. 58 വയസ്സുള്ള ഇയാൾ സ്ഥിരമായി പാൻറ്റും ഷർട്ടുമാണ് ധരിക്കാറുള്ളത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 9946294050 അല്ലെങ്കിൽ 7306478541 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടണമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം സ്നേഹതീരം പാർക്ക് ഉപരോധിച്ചു.
വാടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് ലേബർ ക്യാമ്പായി മാറ്റിയതിൽ പ്രതിഷേധിച്ച് വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച്. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ പ്രഥമ ഫുട്ബോൾ ടൂർണമെന്റ് അന്തിക്കാട് KGM സ്കൂളിന് റണ്ണേഴ്സ് അപ്പ് കിരീടം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.